എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെ യൂസ്ഫുൾ ആയ രീതിയിൽ നമുക്ക് റീയൂസ് ചെയ്യാം എന്നൊരു കുഞ്ഞ് ഐഡിയയുമായിട്ടാണ്. അപ്പോൾ നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും. എന്നാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ട് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കലാണ്. ഞാനിപ്പോൾ ആക്രിലിക് പെയിന്റ് വെച്ചിട്ട് ഇതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ പെയിന്റ് ചെയ്യുന്നതിന് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു 2-3 ഹോൾ ഇടണം കേട്ടോ. നമ്മളിത് ചെടികൾ വെക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോൾ ഇടണം. 2 പാർട്ടും നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ 2 പാർട്ടുണ്ടല്ലോ, അതും രണ്ടും നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 എണ്ണത്തിലും ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമ്മളിത് ആക്രിലിക് പെയിന്റ് വെച്ചിട്ടൊന്ന് പെയിന്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ രണ്ടും പെയിന്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് ഞാൻ നമ്മുടെ ചരട് വെറുതെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇനി നമ്മളിത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വാർണിഷ് അടിക്കുകയാണെങ്കിൽ കൂടുതൽ നാള് കേടുകൂടാതെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ 2 എണ്ണത്തിലും മണ്ണൊക്കെ നിറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇതേപോലെ നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ പെയിന്റ് അടിച്ചിട്ടുള്ളത് മഴയത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകി പോവും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ മഴ കൊള്ളാത്ത സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാവുമല്ലോ, ചെടികളൊക്കെ വെക്കുന്ന സ്ഥലങ്ങളുണ്ടാവും വീട്ടിൽ തന്നെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഹാങ് ചെയ്തിടാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കുപ്പീനെ പോലെ തന്നെ ഞാൻ വേറെ കുറച്ച് പെയിൻറ്റിൻ്റെ ടിൻസാണ്, പ്ലാസ്റ്റിക് ടിന്നാണ് കേട്ടോ. ഇത് നമ്മൾ ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഓരോ തീമിലുള്ള കളറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഇതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് റീയൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഉൾഭാഗത്ത് നമുക്ക് മണ്ണിടാനുള്ളതല്ല, അതുകൊണ്ട് അവിടെ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പുറം ഭാഗത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ ഈ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ വീട് നമുക്ക് മനോഹരമാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.